ആലുവ ബൈപ്പാസ് മേൽപ്പാലത്തിന് താഴെ മാർക്കറ്റ് സർവീസ് റോഡിൽ അനധികൃത മീൻ കച്ചവടവും മലിനജലം ഒഴുക്കലും പതിവായതോടെ പരിസരവാസികൾ ദുർഗന്ധം മൂലം ദുരിതമനുഭവിക്കുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതി ഉയരുന്നുണ്ട്. മാലിന്യ വണ്ടി നിറച്ച് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, രാത്രി കാലങ്ങളിലെല്ലാം കോഴിയുടെ വേസ്റ്റും അതുപോലെ മീനിന്റെ വേസ്റ്റ് എല്ലാം ഇവിടെ ശേഖരിച്ച് ചെറു വണ്ടിയിൽ കൊണ്ടുവന്ന് വലിയ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്ന സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് വരുന്ന മറ്റേ മലിനജലവും അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കാണയിലേക്ക് തള്ളുന്ന രീതിയിലേക്കുള്ള കാണുന്നത്. പക്ഷെ ഇവിടുത്തെ വാഹനത്തിൽ നിന്നും കുഴല്, ഈ മാലിന്യവെള്ളം പോകാൻ അടക്കമുള്ള രീതിയിലേക്കുള്ള കുഴല് കാണയിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രി, മറ്റേ ഹോട്ടലുകൾ, അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് താമസിക്കുന്ന പ്രദേശവാസികളടക്കം ഇവിടെ കാറ്റ് വീശിയാൽ വലിയ ദുർഗന്ധമാണ് ആ പ്രദേശത്തൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇന്നത്തെ വാർത്ത നോക്കുന്നുണ്ട്, അതേപോലെ ആ ദൃശ്യമാധ്യമത്തിലും അതിന്റെ വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് പരിശോധിക്കാൻ വന്നപ്പോഴാണ് ഈ ഭീകരമായ രീതിയിലേക്കുള്ള ഒരു സ്ഥിതി കാണുന്നത്. നഗരസഭ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. നഗരസഭ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രദേശത്തെ ഇങ്ങനെ മാലിന്യം വരുന്ന വണ്ടികൾക്കെല്ലാം ഒരു ചെറിയ പിഴ ഇടാത്ത രീതിയിലേക്ക് വലിയൊരു പിഴ ഇട്ട് പോകുന്ന ഉണ്ടാവണം. ഇതിലെ വരുന്ന ഒരുപാട് ആളുകളെല്ലാം മൂക്കുപൊത്തിയിട്ടാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത്. അത് ശക്തമായ നടപടി ഉണ്ടാവണം. ഒരു പ്രക്ഷോഭം തന്നെ CPM ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പൊ ഞങ്ങൾ ആരംഭിക്കും. ഇവിടെ എല്ലാ ദിവസവും ആംബുലൻസ് ഇടുന്നതാണ്. പാതിരാത്രിയും വരുമ്പോൾ ഇവിടെ എപ്പോഴും നോക്കിയാൽ ഇവിടെ മീൻ മറിച്ച് ഇങ്ങനെ കയറുന്നതാണ്, വെള്ളം വീഴുന്നതാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എതിർക്കാനൊന്നും ഞാനില്ല. അതിന് മെയിൻ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് മുനിസിപ്പാലിറ്റി വന്നു, അവർ നമ്പറും ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്കറിയാം, കേരളത്തിലുടനീളം കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ വേസ്റ്റ് മാലിന്യം നിറഞ്ഞ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഈ ഹോള് വഴി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി ഈ വണ്ടി ഇവിടെ കിടക്കുകയാണ്. ഈ വണ്ടിയിൽ നിന്നുള്ള വേസ്റ്റാണ് ഇതിൽ കൂടെ തുറന്നു വിട്ട് ഈ ഹോളിൽ കൂടെ തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശം മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുക. ഈ പ്രദേശം ചുറ്റുവട്ടം നിങ്ങൾക്ക് നോക്കിക്കണ്ടാൽ തന്നെ അറിയാം, വേസ്റ്റ് കൂമ്പാരങ്ങളൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ദിവസമായി ഈ വണ്ടി ഉൾപ്പെടെ ഇവിടെ നിന്നിട്ടും ഈ വണ്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതുവരെ അധികൃതർ എത്തിയിട്ടില്ല. ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. 4 വണ്ടികളടക്കം ഇത്തൂടെ കിടക്കുന്നുണ്ട്. ഈ വണ്ടികളെല്ലാം രാവിലെ പോയി വന്ന് രാത്രിയുടെ വണ്ടി ഇട്ട് അല്ലെങ്കിൽ രാവിലെ ഇവര് വിശ്രമിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 4 ദിവസത്തിനടുത്ത് ഈ വണ്ടികളിവിടെ സ്ഥിരം കിടക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ അകത്തുനിന്ന് തന്നെ ഒരു ഹോളിട്ടേക്കാണ് അവര് ഒരു ഓഫിസിട്ട് ഈ ഹോൾ വഴി ഈ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം പുറന്തള്ളുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇത് ഒരു രീതിയിൽ നമുക്ക് അനുവദിക്കാവുന്ന രീതിയല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കണ്ടെയ്നർ ലോറികളിൽ കൊണ്ടുവരുന്ന മീനാണ് വണ്ടികളിൽ റോഡരികിൽ നിർത്തി കച്ചവടം ചെയ്യുന്നത്. ഇടനിലക്കാരും ചെറുകിട മത്സ്യ വ്യാപാരികളുമാണ് ലോറിക്കാരിൽ നിന്നും മീൻ വാങ്ങുന്നത്. തൊട്ടടുത്ത് നഗരസഭയുടെ പച്ചമീൻ ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റ് ഉള്ളപ്പോഴാണ് റോഡിലെ അനധികൃത കച്ചവടം നടക്കുന്നത്. പുലർച്ചെയാണ് മീൻ ലോറികൾ ഇവിടെ എത്തുന്നത്. സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത ശേഷം മീൻ പെട്ടികളും ഐസ് ബ്ലോക്കുകളും കൈമാറും. മീൻ അവശിഷ്ടങ്ങളും മലിനജലവും റോഡിലും കാനകളിലേക്കും ഒഴുക്കി ലോറികൾ മടങ്ങും. ഇതിനു സമീപം ആശുപത്രി, വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നുമുണ്ട്. ദുർഗന്ധത്തിന് പുറമെ കൊതുക് ശല്യവും രൂക്ഷമാണ്. ദുർഗന്ധമകറ്റാൻ മാലിന്യത്തിൽ കുമ്മായം വിതറുന്നുണ്ടെങ്കിലും ഇത് ഫലപ്രദമാകുന്നുമില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.